என் நெஞ்சில் குடியிருக்கும் அந்த அன்பான புள்ளிகளுக்கும் நண்பா நண்பிகளுக்கும் விஜய் சார் சும்மா அப்படி பண்ணா போதும். அமைதின்னு சொன்னாலே இவ்வளவு சொல்ல ஒரே கேங் தான். ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ലക്കി മാൻ യൂട്യൂബ് ചാനൽ. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2.5 മാസത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. കുറച്ച് തിരക്കുകളും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നീണ്ടു പോയതുകൊണ്ടാണ് ഈ വീഡിയോ പോസ്റ്റിംഗ് ഡിലേ പോയത്. പിന്നെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിന് ഒരു കോപ്പിറൈറ്റ് ഒക്കെ കിട്ടി. കോപ്പിറൈറ്റ് അല്ല, ആ ഒരു വീഡിയോ ഒരു വന്നിട്ട് റിമൂവ് ചെയ്തു. അപ്പൊ അതിനൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ കണ്ടന്റ് പറയാന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ തമ്പനയിൽ കാണിച്ച പോലെ തന്നെ OneWin ആപ്പിന്റെ വിഡ്രോവല് നമ്മൾ OneWin കുറിച്ചിട്ട് ഒരു വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ കഴിഞ്ഞൊരു 4 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ എന്താ സംഭവിച്ചാൽ നമ്മൾ പഴയ ചെയ്ത വീഡിയോ ഓൾമോസ്റ്റ് ഒരു 10K 11K ഒക്കെ വ്യൂസ്, നല്ല രീതിയിൽ കമന്റുകളൊക്കെ വന്നുകൊണ്ടിരുന്ന വീഡിയോ ആയിരുന്നു. അതിൽ നമ്മൾ ഒരുവിധം OneWin കുറിച്ചുള്ള കംപ്ലീറ്റ് ഭാഗം നമ്മൾ കവർ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ആശാമാർക്ക് അതെന്തോ നമ്മൾ പ്രൊമോട്ട് ചെയ്തു എന്ന രീതിയിൽ അവർക്ക് തോന്നി. അവരതെടുത്തിട്ട് റിമൂവ് ചെയ്തു. അപ്പോൾ എന്തോ മോണിറ്റൈസേഷൻ, നമ്മുടെ ചാനൽ ഇതുവരെ 1000 സബ്സ്ക്രൈബർ ആയെങ്കിലും നമ്മൾ ഇതുവരെ 4000 വാച്ചോ കിട്ടിയിട്ടില്ല. നമുക്ക് അതിന്റെ മോണിറ്റൈസേഷനോ കാര്യങ്ങളൊന്നും നമ്മുടെ ചാനൽ ഓൾറെഡി കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സംഭവം സ്ട്രൈക്ക് കിട്ടിയ കാര്യം മോണിറ്റൈസേഷൻ ആവുമെന്നും എനിക്കറിയില്ല. അപ്പോ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. ഞാൻ രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഞാൻ അത്രയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ OneWin കുറിച്ച് ചെയ്യുള്ളൂ. അപ്പോ നമ്മൾ ഈ വീഡിയോയിൽ മെയിൻ പറയാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ രണ്ടാമത്തെ വീഡിയോനും ഫസ്റ്റ് വീഡിയോനും കോമൺ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നത് വെച്ചാൽ ഫേക്ക് ആണോ റിയൽ ആണോ ആപ്പിന്റെ ഒക്കെ നമ്മൾ ഒരുവിധം കമന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഈ വിഡ്രോവൽ ആവണില്ല, വിഡ്രോവൽ കയറുന്നില്ല, മെയില് വരുന്നില്ല, മെസ്സേജ് വരുന്നില്ല, എത്ര സമയം കൊണ്ട് കയറും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് കുറെ ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാ കമന്റിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല. മെയിൻ കമന്റ് ഇട്ടാൽ ഞാൻ റിപ്ലൈ പരമാവധി എല്ലാവർക്കും ഫ്രീ ഉള്ള ടൈമിലൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ വന്നിട്ട് എടുക്കുന്നത് 30-ാം തീയതി, ജൂലൈ 30, 2024 വീഡിയോ എടുക്കണേ. അപ്പൊ നമ്മൾ ഇന്നും കുറച്ച് ഫണ്ട് വന്നിട്ട് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലൈവ് ആയിട്ടുള്ള വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ വീഡിയോടൊപ്പം സൈഡിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാനത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചാണ്. അപ്പൊ ഇതിന്റെ സ്ക്രീൻ ടൈമിങ് അത് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നോക്കിയിട്ട് പറയാന്ന് വിചാരിച്ചു. അതായിരിക്കും ഒന്നുകൂടി രസമായിരിക്കാം. പിന്നെ നമ്മൾ ഈ വീഡിയോയുടെ തമ്പനിയിൽ തന്നെ ഒരു OneWinന്റെ ഒപ്പം എന്താ പറയാ, നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു പ്രൊഡക്റ്റും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് ഏതാന്ന് വെച്ചാൽ ഈസ് എന്നാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പേര്. അതായത് നിങ്ങൾ വന്നിട്ട് എന്താ പറയാ, നിങ്ങളുടെ ഡ്രെയിനേജ് പ്രശ്നമാവുക, ബാത്റൂം ക്ലോസറ്റ്സ് പ്രശ്നമാവുക, അതുപോലെ വലിയ ഹോട്ടൽസ് അങ്ങനത്തെ ലേഡീസ് ഹോസ്റ്റലിലൊക്കെ ബ്ലോക്കേജ് വരും നമ്മുടെ ഈ ഡ്രെയിനേജ് പൈപ്സിനും ബാക്കി വെള്ളം പോകുന്ന പൈപ്പിലൊക്കെ. അപ്പൊ അതിന് വന്നിട്ട് ക്വിക്കായിട്ട് നമ്മൾ പ്ലംബറോ അതിനൊക്കെ വിളിക്കുന്നതായിട്ട് വളരെ ചീപ്പായിട്ട് 200 രൂപയ്ക്ക് എത്രയോ 200 ഗ്രാമിന്റെ അതുപോലെ 450 രൂപയോളം ആ പ്രൈസ് റേഞ്ചിൽ വന്നിട്ട് ഒരു 1/2 കിലോന്റെ ഡെഡ് പൈസ ഒക്കെ കിട്ടും. അപ്പൊ ആ പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് ഫ്ലഷ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1/2 മണിക്കൂർ കൊണ്ടൊക്കെ നമ്മൾ ബ്ലോക്കേജ് ക്ലീൻ ആവുന്ന സെറ്റപ്പ് ഉണ്ട്. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റിന്റെ നമ്മൾ ഇതിൽ വന്നിട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിൽ വന്നിട്ട് നമ്മളവരുടെ വാട്സപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കൊറിയർ ചെയ്ത് തരും. കൊറിയർ ചാർജൊക്കെ വേറെ പേരിട്ടെ നമ്മൾ ഈ പറഞ്ഞ എമൗണ്ടിൽ ചിലപ്പോൾ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ, നമുക്ക് ഈ കൂപ്പൺ കോഡ് കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അയർ ഇൻഡസ്ട്രീസ് ആൻഡ് ട്രേഡേഴ്സ് എന്നാണ് കമ്പനിയുടെ പേര്, അതായിരിക്കും ആ ലോഗിൽ വരിക. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവരുടെ കാറ്റലോഗിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്ട്രിക്ട്ലി നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ കണ്ടന്റിലേക്ക് വരാം. അപ്പൊ ഞാനിവിടെ നമ്മൾ കളിക്കുന്ന ഫോണും ഈ ഫോണും വേറെ വേറെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു മിനിറ്റ് 49 സെക്കൻഡ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ വീഡിയോ. അപ്പൊ ഞങ്ങൾ പ്ലേ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോ എടുത്ത സമയം എന്ന് പറഞ്ഞാൽ ഒരു 6:12 കറക്റ്റ് വീഡിയോ എടുത്തായിരുന്നു. അപ്പോ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 43 രൂപ 89, അതായത് $43, $44 നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ ഇന്ത്യൻ റുപ്പീസ് അല്ല കളിക്കാറ്, ഡോളേഴ്സിലാണ് കളിക്കാറ്. അപ്പൊ നമ്മുടെ ബാങ്കിലേക്ക് മാറ്റണമെന്നാണ് കാണിക്കുന്നത്. ഞാൻ എന്റെ കൊടാക്കിന്റെ അക്കൗണ്ടാണ് യൂസ് ചെയ്യണേ. അപ്പൊ നമ്മൾ ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ബാങ്ക് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്ത് പേരാണോ കൊടുത്തിട്ടുള്ളത് വെച്ചാൽ അത് ഫുള്ളായിട്ട് തന്നെ കൊടുക്കും. നിങ്ങളെ പേരിനെ എന്താ പറയാ സ്പേസ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് വെച്ചാൽ അതേപോലെ സ്പേസും കാര്യങ്ങളായിട്ട് കൊടുക്കണം.
അത് കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നെയിം മിസ്മാച്ച് വന്നിട്ട് സാധനം ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വന്നിട്ട് IFSC കോഡ് കൊടുക്കാം. IFSC കോഡ് കോമൺ ആയിട്ട് ഏത് കൊടുത്താലും കുഴപ്പമില്ല. പരമാവധി നിങ്ങൾ നിങ്ങളുടെ ബാങ്കിന്റെ IFSC കോഡ് തന്നെ കൊടുക്കാൻ നമുക്ക്. പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതെല്ലാവരും ഡബിൾ ചെക്ക് ഒക്കെ ചെയ്ത് കൊടുക്കണം. കാരണം ബാക്കി ആപ്സിലൊക്കെ നമുക്ക് 1-2 തവണയൊക്കെ ആയിട്ട് എന്താ പറയാ റീചെക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ വന്നിട്ട് ഒറ്റ ചാൻസേ കിട്ടുള്ളൂ. പിന്നെ വന്നിട്ട് IMPS ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ അതിൽ ആസ്ട്രോപേ ഒക്കെ ഉണ്ട്. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ IMPS വന്നിട്ട് $15 മാത്രമേ IMPS വലിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇന്ത്യൻ റുപ്പീസ് ആണെങ്കിൽ തോന്നുന്നു 1200 രൂപ അതിന് മുകളിലോ മാത്രമേ വലിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ $43 വലിക്കണല്ലോ. ബാക്കി $0.89 നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഒരു മെയിലിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. ഈ നോട്ടിഫിക്കേഷൻ വരുന്ന മെയിൽ വന്നത് ഈ റെക്കോർഡ് ചെയ്യുന്ന ഫോണിലാണ് മെയിൽ കിടക്കുന്നത്. അപ്പൊ അതിൽ നോക്കിയിട്ടാണ് ഞാൻ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ആ മെയിലും കാര്യങ്ങളും ഫസ്റ്റ് നിങ്ങൾ എന്താ പറയുക ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങൾ ഫസ്റ്റ് വിഡ്രോ ചെയ്യണ നേരത്തായിരിക്കും ഇത് മെയിലിലേക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ ഫസ്റ്റ് തന്നെ വിഡ്രോവലില് അവരുടെ സെറ്റിങ്സും കാര്യങ്ങളും പോയിട്ട് അത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. ചെക്ക് ചെയ്തിട്ട് മാത്രമേ അതായത് മുൻകൂട്ടി നമ്മൾ വിഡ്രോ ചെയ്യേണ്ട മുമ്പ് നിങ്ങൾ മെയിൽ വെരിഫിക്കേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, സിമ്പിൾ. അപ്പോ ഇതടിച്ചു കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് ഇപ്പൊ എടുക്കുന്ന ഫോണിലാണ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിൽ ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ, എനിക്ക് തോന്നുന്നു ഒരു 7:45 നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതേ ദിവസം തന്നെ ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂർ മാക്സിമം അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ട് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 4000 ചില രൂപകളാണ് വരിക. അത് ഇന്നത്തെ ഡോളർ റേറ്റും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് വരിക. ഇന്ത്യൻ റുപ്പീസ് ആണെങ്കിൽ പിന്നെ കൺവേർഷന്റെ കാര്യം ഒന്നും ആലോചിക്കുകയല്ല, അത് നിങ്ങൾക്ക് ഡീറ്റാവും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് സംഭവം. പിന്നെ ഇത് നമ്മള് ഇനി ഇതിന്റെ ഗെയിം കളിക്കുന്നതിനും നമ്മൾ പറയാത്തെന്ന് വെച്ചാൽ ഇതൊക്കെ വന്നിട്ട് എന്താ പറയാ നമ്മുടെ നാട്ടിൽ സാധനം ലീഗലല്ല. അപ്പൊ പൈസ കളയാൻ താല്പര്യമുള്ളമാര് ഒരുപാട് പേരുണ്ടെന്നോ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില്. ചിലപ്പോൾ തമാശ കളിക്കണായിരിക്കാം, പൈസക്കാരനാകാൻ വേണ്ടി കളിക്കുന്നവരാകാം. കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. നമ്മളതിന് ഇടപെടാറില്ല. പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന വെച്ചാൽ കമന്റ് പരമാവധി കുറയ്ക്കാൻ. കാരണം ഇതിനെ കുറിച്ച് കുറെ കമന്റ് ഇങ്ങനത്തെ ഡെപ്പോസിറ്റിനെ കുറിച്ചിട്ട് വരുന്നത്, സോറി വിഡ്രോവലിനെ കുറിച്ചിട്ട്. വിഡ്രോവൽ സേഫ് ആണോ, കിട്ടുന്നുണ്ടോ, അത് വെക്കാൻ അങ്ങനെ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ കഴിഞ്ഞപ്പോ ഒരു 1.5 വർഷമായിട്ട് ഞാൻ ഈ ആപ്പ് യൂസ് ചെയ്ത് സ്ഥിരമായി കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എന്റെ വിഡ്രോ ചെയ്യുന്ന സംഭവമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അത് വെച്ചാൽ ഞാൻ ഈ ആപ്പിനെ പ്രൊമോട്ട് ചെയ്ത് തലയിൽ വെച്ച് നടക്കല്ല. എന്താ പറയാ 199% അല്ലെങ്കിൽ 99.99% ഇതിൽ നമുക്ക് നമ്മുടെ പൈസ നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൂ. ഈ കമ്പനിയൊക്കെ എത്രയും കാലം വർക്ക് ചെയ്യും നമുക്കറിയാം. ചിലപ്പോൾ സുപ്രവാസിലൊക്കെ പൂട്ടിപ്പോയി നമ്മുടെ പൈസ പോകും. പിന്നെ ഇന്ത്യയിൽ വന്നിട്ട് ഇല്ലീഗലാണ്. അപ്പോ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് മാത്രമേ ഇതിലൊക്കെ പോയി ചാടുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയി കളിക്കുക, അല്ലാതെ വേറെ ആൾ പറയണ കേട്ടിട്ടോതായിട്ടും പോയി ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യം മാത്രം ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുക. അത് നമ്മൾ പോയിട്ട് അവസാനം അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. മണി മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് ചെയ്യാം. എന്താ പറയുക, പ്ലേ സ്മാർട്ട്, പ്ലേ സേഫ്. നിങ്ങളുടെ ഡാറ്റ, നിങ്ങളുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത്. അതൊക്കെ നമ്മൾ നമ്മുടെ റിസ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി നിങ്ങൾ പറയാ ഇനിയിപ്പോ എന്താ പറയുക, ഞാൻ കളിക്കുന്നത് കാണണം നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലൈവ് വരാം, ഈ കളിക്കുന്ന വീഡിയോസ് ആയിട്ട് ഇടണം. അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ഗെയിമിന്റെ ഞാൻ കളിക്കുന്നതിന്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ കുറെ കമന്റ് വരെയൊക്കെ ചെയ്യാം. അല്ലാതെ 200ഓളം ഫ്രണ്ട്സ് പറഞ്ഞു എന്ന് പറഞ്ഞ സംഭവമല്ല. ഒരു കുറച്ച് ആൾക്കാരെയും പറഞ്ഞിട്ട് ഒരു 10, 20, 25 അല്ലെങ്കിൽ 30 ആൾക്കാരൊക്കെ പറയട്ടെ. കോമണായിട്ട് കമന്റ് വരിക വെച്ചാൽ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ബ്ലോക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാണുന്ന ഈ നമ്പർ ഞാൻ കൂടെ കാണിക്കാം. അപ്പൊ ആ നമ്പറിലൊന്ന് നിങ്ങൾ വന്നിട്ട് ഹായ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ അഡ്രസ്സും ബാക്കി കാര്യങ്ങളും ഫണ്ടൊക്കെ അവർക്ക് ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആ ഡെലിവറി കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇത് ക്ലിയർ എന്താ ബ്ലോക്കേജ് ആണ്. അതായത് ഈ ബ്ലോക്ക് റിമൂവർ, അതാണ് ആ സംഭവത്തിന്റെ പേര്. അപ്പൊ ആ കൂടിയിട്ട് വാഷ് അടിച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തു. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്, ഇതിന്റെ ഫ്രണ്ടാണ്. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.